മലയാളത്തിലെ സൂപ്പർ താരങ്ങളെല്ലാം അന്യഭാഷാ സിനിമകളിൽ ചേക്കേറുന്നതാണ് പുതിയ ചർച്ചാ വിഷയം. മുമ്പും പല നടന്മാരും തമിഴ്, തെലുങ്ക് സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും എല്ലാ നടന്മാരും ഒന്നിച്ച് അന്യഭാഷാ സിനിമകൾ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. ബിഗ് ഫേമസ് ആയ മമ്മൂട്ടിയും മോഹൻലാൽ മുതൽ ഫഹദ് ഫാസിൽ വരെ അന്യഭാഷാ പ്രോജക്റ്റുകൾ ചെയ്യുകയാണ്. ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിസ്വാമി സംവിധാനം ചെയ്യുന്ന D55-ലാണ് മമ്മൂട്ടി ഭാഗമാകുന്നത്. അമരന് ശേഷം രാജ്കുമാർ ഒരുക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ശക്തമായ കഥാപാത്രം എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് D55ന്റെ അണിയറ പ്രവർത്തകർ ഈ വിവരം പുറത്തുവിട്ടത്. രജനികാന്ത് നായകനായി എത്തുന്ന ജയിലർ 2-ലാണ് മോഹൻലാൽ ഭാഗമാകുന്ന അന്യഭാഷാ ചിത്രം. ആദ്യ ഭാഗത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് രോമാഞ്ചത്തിന്റെ കൊടുമുടിയിലെത്തിച്ച മാത്യുവിന്റെ ഇത്തവണത്തെ വരവും ഗംഭീരമാകുമെന്ന് ഉറപ്പാണ്. ചിരഞ്ജീവിയെ നായകനാക്കി ബോബി കൊല്ലി ഒരുക്കുന്ന തെലുങ്ക് ചിത്രത്തിന് മോഹൻലാൽ ശക്തമായ വേഷം കൈകാര്യം ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. യുവതാരങ്ങളുടെ പൃഥ്വിരാജിന്റെ ലൈനപ്പിലും ചില അന്യഭാഷാ ചിത്രങ്ങളുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാരണാസിയിൽ വില്ലനായി എത്തുന്നത് പൃഥ്വിരാജാണ്. കുംഭ എന്ന കഥാപാത്രം പൃഥ്വിയുടെ കരിയറിലെ ബെഞ്ചുമാർക്കായി മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുകയാണ്. വാരണാസിക്ക് ശേഷം നാനി സുജി ചിത്രമായി പൃഥ്വി വില്ലൻ വേഷം കൈകാര്യം ചെയ്യുമെന്ന് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഫഹദും തെലുങ്ക് ബാക്ക് ടു ബാക്ക് ടു പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തു. ശശാങ്ക് ഏലോട്ടി സംവിധാനം ചെയ്യുന്ന ഡോൺ ട്രബിൾ ദ ട്രബിൾ, ഓക്സിജൻ എന്നീ രണ്ട് ചിത്രങ്ങൾ ഫഹദിന്റെ ലൈനപ്പിൽ. ഈ രണ്ട് സിനിമകളും ഷൂട്ട് നീണ്ടുപോകുന്ന ഫഹദിന് മലയാള സിനിമകൾ കമ്മിറ്റ് ചെയ്യാനാകുന്നില്ല. ഇതിനിടയിൽ അണി രവിപുടി ഒരുക്കുന്ന പുതിയ ചിത്രം ഫഹദ് ഭാഗമാകുന്ന അഭ്യൂഹങ്ങളുണ്ട്. ആവേശത്തിന് ശേഷം വെറും 2 സിനിമകൾ മാത്രമാണ് മലയാളത്തിൽ താരം ചെയ്തത്. നിവിന്റെ കാര്യം വ്യത്യസ്തമല്ല. രാഘവ് ലോറൻസ് നായകനാകുന്ന ബെൻസിന്റെ വില്ലൻ വേഷത്തിലാണ് നിവിൻ എത്തുന്നത്. എൽസുവിലെ 4-മത്തെ ചിത്രമായ ബെൻസ് അവസാനഘട്ട ഷൂട്ടിംഗിലാണ്. 2024 അനൗൺസ്മെന്റ് ചെയ്ത ഈ ചിത്രം ഈ വർഷം അവസാനത്തോടെ തിയേറ്ററിലെത്തും. ടൊവിനോ തോമസും തെലുങ്ക് സിനിമയുടെ തിരക്കിലാണ്. സലാറിന് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ഡ്രാഗണിൽ ടൊവിനോയും ശക്തമായ വേഷം കൈകാര്യം ചെയ്യുന്നു. ചിത്രത്തിനായി ടൊവിനോ നടത്തിയ വർക്കൗട്ട് വീഡിയോ അടുത്തിടെ വൈറലായിരുന്നു. 2 ഭാഗങ്ങളായിട്ടാണ് ഡ്രാഗൺ ഒരുങ്ങുന്നത്. മലയാളത്തിലെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ പണ്ടേ അന്യഭാഷ തിരക്കിലാണ്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ബാക്ക് ടു ബാക്ക് തെലുങ്ക് സിനിമകളാണ് ചെയ്തത്. ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ താരം അയാൻ ഗെയിമിന്റെ തിരക്കിലാണ്. ഈ സിനിമയ്ക്ക് ശേഷം തമിഴ്, തെലുങ്ക് പ്രോജക്റ്റുമായി ദുൽഖറിനുള്ളത്. മലയാളികളുടെ പ്രിയ താരങ്ങൾ കൂട്ടത്തോടെ അന്യഭാഷാ സിനിമകൾ ചെയ്യുന്നത് ആരാധകരെ അമ്പരിപ്പിക്കുകയാണ്.